ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറെന്നും ബന്ദികളെ മോചിപ്പിക്കാമെന്നും ഹമാസ്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സമാധാന പദ്ധതികൾ ഉപാധികളോടെ അംഗീകരിച്ചാണ് ഹമാസിന്റെ പ്രസ്താവന. വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. അശ്വജിത്ത് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വജിത്ത്, ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ സമാധാന പദ്ധതികൾ ഉപാധികളോടെ അംഗീകരിച്ചു എന്നാണല്ലോ അറിയുന്നത്. എന്തായിരിക്കും ഇനിയങ്ങോട്ട് സമാധാനം പുലരാനുള്ള സാധ്യതകളാണോ കാണുന്നത്? മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് തോന്നുന്നു ആ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങാമെന്ന്. കാരണം വലിയൊരു പ്രത്യാശ നൽകുന്ന വാർത്തകളാണ് ഈ പുറത്തു വരുന്നത്, പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. 2 വർഷമായി തുടരുന്ന ചോരക്കളിക്ക് ഒരു അറുതി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രത്യാശിക്കാം. കാരണം അതിനെ സാധൂകരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്, നിർണായക പ്രഖ്യാപനമാണ് ഹമാസിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അമേരിക്ക വളരെ ശക്തമായി തന്നെ ഒരു ആവശ്യം ഹമാസിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത്. 20 ദിന ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുലർച്ചെ, ഇന്ന് പുലർച്ചെ ഹമാസിൻ്റെതായ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. അതിൽ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലൊന്ന്, ഈ ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണ്, ഇസ്രായേൽ സ്വദേശികളായ ഇസ്രായേൽ പൗരന്മാരായ ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണ്. മറ്റൊന്ന്, ഈ പലസ്തീൻ്റെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാനും തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഒരു സുപ്രധാനമായൊരു സമ്പൂർണമായൊരു വെടിനിർത്തൽ അല്ലെങ്കിൽ ആയുധം താഴെ വെക്കലിലേക്ക് ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. അത് ഇസ്രായേൽ കൂടെ പലസ്തീൻ്റെ ഭരണ സംവിധാനത്തെ അംഗീകരിക്കുകയും ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുകയും ചെയ്താൽ മാത്രമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയൊരു സമ്പൂർണ്ണമായി നമുക്ക് പ്രതീക്ഷ നൽകുന്നുവെങ്കിൽ പോലും ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും ഈ സമാധാന ശ്രമങ്ങളുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഇത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആ വാക്കുകൾ കേട്ടിട്ട് മറ്റു വിശദാംശങ്ങളിൽ വരാൻ തോന്നും, അല്ലേ മോത്തി? തീർച്ചയായിട്ടും. അശ്വത്തിലേക്ക് മടങ്ങി വരാം. ഈ ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറെന്നും ബന്ദികളെ മോചിപ്പിക്കാമെന്നും ഹമാസ് പറഞ്ഞിട്ടുണ്ട്. ഈ സമാധാന പദ്ധതികളൊക്കെ ഉപാധികളോടെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ലോകരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ വെച്ച് പുലർത്തുന്നതും. This is a big day. We'll see how it all turns out. We have to get the final word down in concrete. Very importantly, I look forward to having the hostages come home to their parents. Everybody was unified in wanting this war to end and seeing peace in the Middle East. And we're very close to achieving that. Thank you all, and everybody will be treated fairly. അശ്വത്, എന്തുകൊണ്ടും സമാധാന നൊബേലിന് താൻ അർഹനാണ് എന്ന കാര്യം വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കങ്ങളിലൂടെ എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതിന് എന്ത് തന്നെ ആയാലും വേണ്ടില്ല, സമാധാനം പുലരട്ടെ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമുക്കും ആഗ്രഹിക്കാൻ. ഇപ്പോൾ ഈ ട്രംപ് ഈ പ്രസ്താവനയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഹമാസ് അനുകൂലമായൊരു നിലപാട് എടുത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ കൂടെ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഇസ്രായേലിന്റെ പ്രതികരണം ഔദ്യോഗികമായിട്ടല്ല എങ്കിൽ പോലും ഒരു 2 വരിയുള്ള വാർത്താക്കുറിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ഉദ്ധരിച്ച് അല്പം മുമ്പ് പുറത്തു വന്നു. അതിൽ പറയുന്നത് ട്രംപുമായി ആലോചിച്ച്, അമേരിക്കയുമായി ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. സമ്പൂർണ്ണമായി അനുകൂലമായൊരു തീരുമാനമെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ ഏറെക്കുറെ നമുക്ക് ഒരു അനുകൂലമായൊരു പ്രതികരണം എന്ന് നിലവിൽ അതിനെ കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ഒരു പ്രത്യാശയുടെ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് വേണം നിലവിലെ ചിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ. ഇനി തുടർ ചർച്ചകൾ ഏത് രീതിയിൽ പോകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. തീർച്ചയായിട്ടും.